2 ദിവസത്തിന് ശേഷം നമുക്കെല്ലാവർക്കും റീഡിംഗ് കോഡ് ലഭിക്കുന്നുണ്ടോ? അതെ ഫ്രണ്ട്സ്, ഇപ്പോൾ അറിഞ്ഞ വിവരം, നമുക്കെല്ലാവർക്കും 2 ദിവസത്തിന് ശേഷം നമുക്കെല്ലാവർക്കും റീഡിംഗ് കോഡ് ലഭിക്കാൻ പോവുകയാണ്. എങ്ങനെയായിരിക്കും, നമുക്ക് എപ്പോഴായിരിക്കും റീഡിംഗ് കോഡ് ലഭിക്കുക, നമുക്ക് നോക്കാം. അതിനു മുമ്പ് നമുക്കെല്ലാവർക്കും ഒരു വെബ്സൈറ്റ് പരിചയപ്പെടാം, getffdiamond.com. നിങ്ങൾക്കെല്ലാവർക്കും ഡയമണ്ടിന്റെ ആവശ്യം ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാ പ്ലേയേഴ്സിനും ഡയമണ്ട് ലഭിക്കാൻ ചാൻസ് ഉള്ള ഒരു വെബ്സൈറ്റ് ആണിത്. ഇതിന്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഇവിടെ ഈ പേജ് ഓപ്പൺ ആവും. ദെൻ നമ്മളെല്ലാവരും സൈനപ്പ് കൊടുക്കുക, അല്ലെങ്കിൽ നമ്മളെല്ലാവരും ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക ഈ വെബ്സൈറ്റിൽ. അപ്പോൾ നമ്മളെല്ലാവരും ഇവിടെ യൂസർ നെയിമിൽ നമ്മളിവിടെ ഇഷ്ടമുള്ള നമ്മുടെ ഒരു പേര് നമുക്ക് ടൈപ്പ് ചെയ്യാം. രാജ 1112 എന്ന് നമ്മളിവിടെ കൊടുത്തു യൂസർ നെയിം. നമ്മൾ ജസ്റ്റ് അതൊന്ന് കോപ്പി ചെയ്തിട്ട് താഴെ നമുക്ക് നെയിം എന്ന ഭാഗം കാണാൻ സാധിക്കും. അവിടെ നമ്മൾ ഇതിനെ കൊടുക്കുക. ദെൻ താഴെ ഒരു ഇമെയിൽ ഐ ഡി ചോദിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഫ്രീ ഫയറിൽ ഒന്ന് ലോഗിൻ ചെയ്യാത്ത ഒരു നോർമൽ ആയിട്ടുള്ള ഒരു ഇമെയിൽ ഐ ഡി നിങ്ങൾ എല്ലാവരും ഇവിടെ കൊടുക്കുക. നമുക്കൊരു ഉപയോഗവും ഇല്ലാത്ത നോർമൽ ആയിട്ടുള്ള ജിമെയിൽ ഐ ഡി ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ കൊടുക്കാം. ഡിസ്പ്ലേ ആഡ് ലിങ്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ നമുക്ക് എല്ലാവർക്കും ഇവിടെ കാണാൻ സാധിക്കും. ഈ ഒരു പേജിൽ താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഇവിടെ ആഡ് കാണാൻ സാധിക്കും. നമ്മളിവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരു ലിങ്ക് കിട്ടും. അതായത് ഈ ലിങ്ക് നിങ്ങൾ എല്ലാവരും ഒന്ന് കോപ്പി ചെയ്യുക. എന്നിട്ട് നമ്മളെല്ലാവരും ബാക്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഈ പേജിലേക്ക് തിരിച്ചു വരാം. തിരിച്ചു വന്നിട്ട് നമുക്ക് ഇവിടെ ഡിസ്പ്ലേ ആഡ് ലിങ്കിൽ നമ്മൾ കോപ്പി ചെയ്ത ലിങ്ക് ഇവിടെ പേസ്റ്റ് ചെയ്യുക. ഈ ഒരു ലിങ്കിന്റെ അവസാനം നമുക്ക് എല്ലാവർക്കും 1122 പോലെയുള്ള വേറെ ഏതെങ്കിലും ഒരു നമ്പറൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാം, ഒരു 4 അക്ക നമ്പർ. നമ്മളിവിടെ വീണ്ടും 1122 ടൈപ്പ് ചെയ്യുകയാണ്. ഓക്കെ, ദെൻ താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ നമുക്ക് എല്ലാവർക്കും പാസ്വേഡ് എന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും. നമ്മളിവിടെ പുതിയ ഒരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുക. താഴെ നമുക്ക് എല്ലാവർക്കും കൺഫേം പാസ്വേഡ് കാണാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ടൈപ്പ് ചെയ്ത പാസ്വേഡ് താഴെയും വീണ്ടും നമ്മൾ ടൈപ്പ് ചെയ്യുക. ടേംസ് ആൻഡ് കണ്ടീഷനിൽ ടിക്ക് കൊടുത്തതിന് ശേഷം നമുക്ക് എല്ലാവർക്കും സൈനപ്പ് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ അക്കൗണ്ട് ഇവിടെ ക്രിയേറ്റ് ആവുന്നതായിരിക്കും. ദെൻ നമ്മളെല്ലാവരും കൊടുത്ത യൂസർ നെയിമും പാസ്വേഡും ടൈപ്പ് ചെയ്തിട്ട് നമ്മളിവിടെ ലോഗിൻ ചെയ്യുക. ഈ വെബ്സൈറ്റിന്റെ ഹോം പേജ് നമുക്ക് എല്ലാവർക്കും ഇവിടെ കാണാൻ സാധിക്കും. ഇവിടെ നമുക്ക് എല്ലാവർക്കും കാറ്റഗറി കാണാൻ സാധിക്കും. അവിടെ നമ്മളെല്ലാവരും ക്ലിക്ക് ചെയ്യുക. പുട്ട് 520 ഓർഡേഴ്സ് 1 by 1 ആൻഡ് ഗെറ്റ് 520 ഫ്രീ ഫയർ ഡയമണ്ട്സ് എന്ന് ഇവിടെ കാണാം. നമുക്ക് അവിടെ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് എല്ലാവർക്കും നെക്സ്റ്റ് പേജിൽ ഇവിടെ കാണാൻ സാധിക്കും, ഡിസ്ക്രിപ്ഷൻ കാണാൻ സാധിക്കും. ഗെറ്റ് FF ഡയമണ്ട് യൂസർ പ്ലീസ് റീഡ് കെയർഫുള്ളി എന്നൊക്കെ പറഞ്ഞ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. താഴെ യൂസർ നെയിം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബോക്സ് കാണാൻ സാധിക്കും. ഇവിടെ നമുക്ക് എല്ലാവരും കൊടുക്കേണ്ടത് നമ്മുടെ ഫ്രീ ഫയറിന്റെ യൂസർ ID ആണ്. നമ്മുടെ ID ഇവിടെ ടൈപ്പ് ചെയ്യുക. നമ്മുടെ മെയിൻ അക്കൗണ്ടിന്റെ ID കൊടുക്കാതെ ഏതെങ്കിലും ഒരു പുതിയ അക്കൗണ്ടിന്റെ ID കൊടുക്കുക. അപ്പോൾ നമുക്ക് എല്ലാവർക്കും നമുക്ക് ഡയമണ്ട് കിട്ടാനൊക്കെ ചാൻസ് ഉണ്ട്. ദെൻ ഗൈസ് നമ്മളിവിടെ ID കൊടുത്തിട്ട് താഴെ നമുക്ക് എല്ലാവർക്കും ക്വാണ്ടിറ്റി ടൈപ്പ് ചെയ്യാം. എത്രയാണ് വേണ്ടതെന്ന് വെച്ചാൽ ടൈപ്പ് ചെയ്യാം. 520 കൊടുക്കുകയാണ്. ദെൻ താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ നമുക്ക് എല്ലാവർക്കും അതായത് ന്യൂ ഓർഡർ കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്യാം. നമുക്കിവിടെ ഡെയിലി ഒരു ഓർഡർ മാത്രമേ മാക്സിമം ഓർഡർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇങ്ങനെ ഓർഡർ ചെയ്യുന്ന കുറച്ച് പ്ലേയേഴ്സിന് ഡയമണ്ട് കിട്ടാൻ ചാൻസ് ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും 520 പുട്ട് 520 ഓർഡേഴ്സ് 1 by 1 എന്നൊക്കെ പറഞ്ഞ് കാണാൻ സാധിക്കും. അതായത് 520ാമത്തെ ഓർഡറിന് ലഭിക്കാൻ പോകുന്നത് ഫ്രീ ഡയമണ്ട് ആയിരിക്കും എന്നാണ് ഈ വെബ്സൈറ്റ് പറയുന്നത്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. മെയിൻ അക്കൗണ്ടിന്റെ ഐഡിയോ പാസ്വേഡ് കൊടുക്കാതെ പുതിയ അക്കൗണ്ടിന്റെ ID മാത്രം കൊടുക്കുക. നമുക്ക് എങ്ങനെ റീഡിംഗ് കോഡ് ലഭിക്കുമെന്ന് നോക്കുകയാണെങ്കിൽ ഫ്രീ ഫയർ അവരുടെ ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിൽ ഒരു ട്രെയിലർ അപ്ലോഡ് ചെയ്തിരിക്കുകയാണ്. ഹയാത്തോയുടെ ഫിലിമാണ് വരാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാവർക്കും ഇവിടെ 2 ട്രെയിലർ കാണാൻ സാധിക്കും. ഫ്രീ ഫയർ ഇന്ത്യ ഒഫീഷ്യൽ എന്ന യൂട്യൂബ് ചാനലിൽ നല്ല മാസമായിട്ടുള്ള ട്രെയിലറാണ്. ബട്ട് നമുക്ക് എന്താണ് ഇതുകൊണ്ടുള്ള നേട്ടം എന്ന് നോക്കുകയാണെങ്കിൽ അതായത് ഫസ്റ്റ് ടൈമാണ് ഫ്രീ ഫയർ ഒരു ഫിലിമൊക്കെ അപ്ലോഡ് ചെയ്യുന്നത്, ഫിലിമൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് നമുക്ക് പുറത്തിറക്കുന്നത്. ഫസ്റ്റ് ടൈമാണ് ഒരു ഫിലിമൊക്കെ ലോഞ്ച് ചെയ്യുന്നത് നമ്മുടെ ഫ്രീ ഫയർ. ഏപ്രിൽ 23-നാണ് ഫിലിം റിലീസ് ആകാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാവർക്കും ആ ഒരു ഫിലിം റിലീസ് ആകുമ്പോൾ നമുക്ക് മൈൽ സ്റ്റോണൊക്കെ കാണാൻ സാധിക്കും. മൈൽ സ്റ്റോൺ റിവാർഡും റീഡിംഗ് കോഡൊക്കെ ലഭിക്കാൻ ചാൻസ് ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു ഫിലിമൊക്കെ ഇറങ്ങുമ്പോൾ എന്തായാലും ഒരുപാട് വ്യൂവേഴ്സ് ഒക്കെ വേണം. നമുക്ക് എല്ലാവർക്കും മൈൽ സ്റ്റോൺ റിവാർഡ് കാണാൻ സാധിക്കും. നമുക്ക് മൈൽ സ്റ്റോൺ ആയിട്ട് ചുമ്മാ ഒരു 4 ലക്ഷം രൂപയോ അല്ലെങ്കിൽ നമുക്ക് വല്ല 10 ലക്ഷത്തിൻ്റെയൊക്കെ മൈൽ സ്റ്റോൺ, വലിയ ബിഗ് ആയിട്ടുള്ള മൈൽ സ്റ്റോണൊക്കെ കാണാൻ കഴിഞ്ഞേക്കാം. 23-ന് റിലീസ് ആവുന്ന ആ ഒരു ഫിലിമിന് നമുക്ക് മൈൽ സ്റ്റോൺ റിവാർഡ് ലഭിക്കാൻ പോകുന്നത് ചിലപ്പോൾ 2 ദിവസം കഴിഞ്ഞിട്ടായിരിക്കും. കാരണം ഒരു 10 ലക്ഷത്തിൻ്റെയോ അല്ലെങ്കിൽ നമുക്കൊരു 20 ലക്ഷത്തിൻ്റെയോ മൈൽ സ്റ്റോൺ ഒക്കെ ഉണ്ടെങ്കിൽ എന്തായാലും നമുക്ക് കുറച്ച് ടൈമൊക്കെ വേണ്ടി വന്നേക്കാം ആ ഒരു മൈൽ സ്റ്റോൺ കംപ്ലീറ്റ് ആക്കാനായിട്ട്. നമുക്ക് നല്ല മാസമായിട്ടുള്ള ഗ്ലൂ വാളിൻ്റെ സ്കിന്ന്, പിന്നെ നമുക്ക് ഗണ്ണിൻ്റെ സ്കിന്നൊക്കെ ലഭിക്കാൻ ചാൻസ് കൂടുതലാണ് ഗൈസ്. നമുക്ക് എന്തായാലും ഫിലിമാണ് ഗൈസ് റിലീസ് ആകാൻ പോകുന്നത്. സോ നമുക്ക് എന്തായാലും കാത്തിരിക്കാം. സോ നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം? താഴെ കമൻറ്റ് ബോക്സ് അറിയിക്കുക. അതുമാത്രമല്ല വീഡിയോ ഇഷ്ടപ്പെടുന്ന നമുക്ക് സബ്സ്ക്രൈബ്, ലൈക്ക് അടിക്കുക. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, താങ്ക്സ് ഫോർ വാച്ചിങ്.